ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കറിയോ പുളിയോ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സാമ്പാറാണ്. ഇപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം, തീരെ സമയമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, ജോലിക്ക് പോകണവരെ, ചെറിയ കുട്ടികളുടെ, അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട്, ഞാൻ കുറച്ച് പരിപ്പ് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് കറി കുറച്ച് വേണം, അതുകൊണ്ട് അതിലേക്ക് ഒരു വലിയൊരു സവാള, 3 പച്ചമുളകാണ് അരിഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ പുളി ചേർക്കാത്തതുകൊണ്ട് തക്കാളി കുറച്ച് ഒരു ആപ്പിൾ സൈസ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു തക്കാളി നല്ല വലിപ്പമുള്ള തക്കാളിയാണ്. എനിക്ക് ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് പൊടികൾ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൽ മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല, ഈ 2 പൊടികളെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 2 വിസിലാക്കാം കേട്ടോ. ചുവന്ന പരിപ്പാണ് ഞാൻ ഇവിടെ എടുക്കാറ്, മഞ്ഞപ്പരിപ്പ് എടുക്കുന്നവരുണ്ടെങ്കിൽ അത് എടുക്കുക. അതിൻ്റെ വേവ് അനുസരിച്ച് വേണം പിന്നെ നിങ്ങളത് ചെയ്യാൻ. ഞാൻ ഈ പരിപ്പാണ് ഞാൻ എടുക്കൽ കേട്ടോ. ഇപ്പോൾ അതാ 2 വിസിലാക്കിയതിന് ശേഷം അതാ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള പണികൾ നോക്കാം. അതിന് ഞാൻ ചട്ടിയിലാണ് വയ്ക്കുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം. ഇവിടെ തണുപ്പായതുകൊണ്ട് പുറത്ത് വെച്ചാൽ ഇങ്ങനെ കട്ടയാണ്, അപ്പോൾ അതാണ് വീഴാൻ കുറച്ച് പണി. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3-4 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്കമുളക് ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതൽ നല്ലതാണ്, അതിട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ആകെ ചേർക്കുന്നത് സാമ്പാർ പൊടി മാത്രമാണ് ഞാൻ പൊടികൾ ചേർക്കുള്ളൂ. ഒരു 5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ചേർക്കണം കേട്ടോ. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയത്തിൽ ഓലോട്ടിട്ട് വേണം ചെയ്യാൻ. പൊടി കരിഞ്ഞു പോയ ടേസ്റ്റ് മാറും. അതിട്ടതിന് ശേഷം നമുക്കൊന്ന് ഈ പൊടി ഒന്ന് വറുത്തെടുക്കണം, സാമ്പാർ പൊടി ഒന്ന് വറുത്തെടുക്കണം. അതാണ് ഇതിന് മെയിൻ എഴുതുക. ഞാൻ വേറെ മല്ലി ഒന്നും ചേർത്തിട്ടില്ല. ഈ സാമ്പാർ പൊടി ലോ ഫ്ലെയിമിലിട്ടാൽ മതി. പൊടിയല്ലേ, ഇനിയിപ്പോൾ അത് കരിഞ്ഞു പോയിട്ട് ടേസ്റ്റ് വേണ്ട. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിനാണ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കാൻ പറയണത്. വെളിച്ചെണ്ണ എപ്പോഴും ടേസ്റ്റ് കൂടാനും നല്ല തന്നെയാണ്, കുറച്ച് കൂടുതൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച ഞാൻ ദാൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ഒഴിച്ച് കൊടുത്തത് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ലൂസാക്കണം. ഞാൻ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ. ഇഡ്ഡലി അപ്പോൾ 2 in 1 ആവുമല്ലോ, അപ്പോൾ ഇഡ്ഡലിക്കും പറ്റും ചോറിനും പറ്റും. അപ്പോൾ കുറച്ച് കൂടുതൽ കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ദാൽ കൂടുതലിട്ട്, എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി, ഇത്രയും ദാലിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇഡ്ഡലിക്കും ആവുമല്ലോ അപ്പോൾ പണി കുറയും. അതുകൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ഇനി ആണെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കിയാലും മതിയല്ലോ നമുക്ക് ഇഡ്ഡലിക്ക്. അപ്പോൾ സാമ്പാറാകുമ്പോൾ ഒരുപാട് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും ചോറിനും കൂടിയിട്ടാണ്. അപ്പോൾ പണികൾ കുറച്ച് കുറയും. ഈ ചെറിയ കുട്ടികളുള്ളവർക്ക് ഒക്കെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നവരായിരിക്കും. അതുപോലെ ജോലിക്ക് പോകാനുള്ളവർക്ക് ഇപ്പോൾ പച്ചക്കറി ഒന്നും കട്ട് ചെയ്യാൻ നേരമില്ല, സാമ്പാർ വേണം. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കി ചോറിനാവും ചെയ്യും, ഇഡ്ഡലിക്ക് ആവും. അപ്പോൾ പെട്ടെന്ന് കറിയും. ഇനി ഒരു ഉപ്പേരി, ഒരു ഓംലേറ്റും ഉണ്ടെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് തീരും, മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ച് അതിന് ശേഷം മൂടി തുറന്ന് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്തത് കേട്ടോ. അതിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ, ഒന്ന് തിളച്ച് വയറ്റി. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളിയും തക്കാളി ഇട്ടില്ല, അതിന് ചെറിയ പീസ് ഉള്ളിയും തക്കാളിയും മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇനി ആ ഉള്ളിയും തക്കാളി ഒന്ന് വഴറ്റിയിട്ട് അതിന് ശേഷം സാമ്പാർ പൊടി ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ അത് വേവിച്ചിട്ട് കൊടുത്താലും അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സ്ട്രൈറ്റ് എല്ലാം കൂടി വേവിച്ചിട്ട് അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അല്ലാത്തത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. അവർ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് സെർവ് ചെയ്യാം. ഇതാ അപ്പോൾ ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. ഇതാ നല്ല മണമാണ് കേട്ടോ. അതാ നമ്മൾ ആ വീസിൽ വന്നാൽ തന്നെ നല്ല മണമാണ്. അതാണ് തക്കാളി ഉള്ളിലേക്ക് വേവിച്ചത്, അപ്പോൾ തന്നെ നല്ല മണം വരും. അപ്പോൾ ഇതാ സാമ്പാർ പൊടി മാത്രം ഉണ്ടെങ്കിൽ സാമ്പാർ റെഡിയായി. നല്ല എളുപ്പം ആണ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി, പച്ചക്കറി ഇല്ല, അതില്ല, സാമ്പാർ കഷ്ണങ്ങളില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കേണ്ട. ഇങ്ങനെയൊക്കെ സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.